പീച്ചി ഗവൺമെന്റ് ITIയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഒല്ലൂർ മണ്ഡലത്തിൽ പുതുതായി അനുവദിച്ച പീച്ചി ഗവൺമെന്റ് ITI വിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. നവംബർ 1 മുതൽ ക്ലാസുകൾ ആരംഭിക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. വിലങ്ങന്നൂരിൽ SNDP യോഗം മന്ദിരത്തിലെ താൽക്കാലിക കെട്ടിടത്തിലാണ് പുതുതായി തുടങ്ങുന്ന ITI പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ITIക്ക് പീച്ചിയിൽ തന്നെ സ്വന്തമായി 5 ഏക്കർ ഭൂമി കണ്ടെത്തുന്നതിന് നടപടികൾ ആരംഭിച്ചു. ഭൂമി ലഭിച്ചു കഴിഞ്ഞാൽ ആധുനിക നിലവാരത്തിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഹോസ്റ്റൽ സൗകര്യത്തോടെയായിരിക്കും പുതിയ കെട്ടിടം നിർമ്മിക്കുക. 4 കോഴ്സുകളാണ് പീച്ചി ITIക്ക് അനുവദിച്ചിട്ടുള്ളത്. അതിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ എന്നീ കോഴ്സുകളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. പുതിയ കെട്ടിടം നിർമ്മിച്ചതിന് ശേഷം ബാക്കി കോഴ്സുകളും ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വെലിങ്ങന്നൂരിൽ നിന്നും ഘോഷയാത്രയോടെയാണ് ഉദ്ഘാടന പരിപാടി ആരംഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, അഡീഷണൽ ഡയറക്ടർ ഓഫ് ട്രെയിനിംഗ് മിനി മാത്യു എന്നിവർ വിശിഷ്ടാതിഥികളായി. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, ഫ്രാൻസീന ഷാജു, KV സജു, സാവിത്രി സദാനന്ദൻ, ITI സ്പെഷ്യൽ ഓഫീസർ രാജേഷ് V ചന്ദ്രൻ, ജിനേഷ് പീച്ചി, ബാബു തോമസ്, മാത്യു നേനാൻ, M ബാലകൃഷ്ണൻ, സനിൽ വാണിയമ്പാറ, നിബിൻ ഗോപുരൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. അതുവഴി മികച്ച തൊഴിലവസരങ്ങൾ നേടിയെടുക്കുന്നതിന് സ്വന്തം നിലയിൽ തൊഴിൽ സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിനും അതുവഴി സുശക്തമായ ഒരു ജീവിത നിലവാരം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനും ITI വളരെ മികച്ച പ്രവർത്തനമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടത്തിവരുന്നത്. വ്യാവസായിക പരിശീലന വകുപ്പിന് നിലവിൽ 104 ITIകളാണുള്ളത്. ഈ വർഷം 3 ITIകൾ കൂടി പുതുതായി ആരംഭിക്കുകയാണ്. അത് തൃശ്ശൂർ ജില്ലയിലെ പീച്ചിയിൽ 4 ട്രേഡ് ITI ആരംഭിക്കുന്നു. ഈ വർഷം ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ എന്നീ ട്രെയിനികളെ എടുത്തുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുകയാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ ജില്ലയിലെ വടക്കുകിഴക്ക് ഭാഗത്ത് പാലക്കാട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന പ്രകൃതിരമണീയമായ സ്ഥലമാണ് പീച്ചി. പ്രകൃതി ഭംഗികൊണ്ടും വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലും പ്രസിദ്ധിയാർച്ച സ്ഥലമാണ് പീച്ചി. പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനടുത്ത് 5 ഏക്കർ സ്ഥലമാണ് ITI സ്ഥാപിക്കുന്നതിനായി കണ്ടുവച്ചിട്ടുള്ളത്. അതിന്റെ നടപടികളൊന്നും പൂർത്തിയായി വരുന്നു. നിലവിൽ SNDPയുടെ അധീനതയിൽ മനോഹരമായ സ്ഥലത്ത് എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമായിട്ടുള്ളതുമായ ഒരിടത്താണ് താൽക്കാലികമായി ഈ ITI പ്രവർത്തനം ആരംഭിക്കുന്നത്. ഘട്ടം ഘട്ടമായി കേരളത്തിലെ മികച്ച തൊഴിൽ പരിശീലന കേന്ദ്രമായി മാറ്റിയെടുക്കുന്നതിനാണ് ഈ ITIയുടെ പദ്ധതികൾ വിഭാവനകരമായ കാര്യമാണ്. അതിൽ 105ാമത്തെ ITI ആണ് പീച്ചി. 106, 107 ഒക്കെ ഇപ്പോൾ പ്രഖ്യാപിച്ചതിന്റെ ഓരോന്നായി എടുക്കട്ടെ. 4 ITIകൾ ഒരുമിച്ച് പ്രഖ്യാപിക്കപ്പെട്ടു. നമുക്ക് ഏറ്റവും അവസാനം നമ്മളോട് തന്നെ പറയാനുള്ള സന്തോഷകരമായ ഒരു വാർത്ത, ദീർഘമായ കാലത്തെ ചർച്ചകൾക്ക് ശേഷം ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ ഒരു ടൂറിസ്റ്റ് കോറിഡോർ സാധ്യമാകുന്നു. പീച്ചിക്ക് ഒരു DMC ഉണ്ട്, ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്മിറ്റി. എന്നാൽ ഒല്ലൂരിന്റെ ടൂറിസ്റ്റ് മേഖലയെ ആകെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഒല്ലൂർ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഒല്ലൂർ മണ്ഡലം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് DTPCക്ക് പ്രൈവറ്റ് ഓപ്പറേഷൻ ഉൾപ്പെടെ ആരംഭിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മളൊരു ടൂറിസ്റ്റ് കോറിഡോർ എന്നതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അതിലെ ഒരു പാർട്ട് പുത്തൂർ കായലാണ്. മറ്റൊന്ന്, ഇന്ന് ഏതോ ഒരു മാധ്യമം ശരിയല്ലാതെ പറഞ്ഞതുപോലെ ഇനിയും വൈകുമോ എന്ന് ചോദിച്ച, വൈകാതെ തന്നെ ആരംഭിക്കാൻ കഴിയുന്ന പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കാണ്. അതിലെ 3ാമത്തെ കാര്യം നമുക്ക് രേഖപ്പെടുത്താനുള്ളത് ഈ പീച്ചി ഡെസ്റ്റിനേഷൻ ആണ്. അതിലെ 4ാമത്തെ കാര്യം ഏതാണ്ട് നവംബർ മാസത്തിൽ തന്നെ പിന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന 5 കോടി രൂപയുടെ ഒരപ്പംകെട്ട് ഡാമാണ്. അതിന്റെ കൂട്ടത്തിൽ കാണാനുള്ളത് നമുക്ക് KFRI ആണ്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണ്, കച്ചത്തോട് ഡാമാണ്. ഇത് 7 കേന്ദ്രങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ മനോഹരമായ ഒരു ഡെസ്റ്റിനേഷനായി രൂപം നൽകി.